ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ തേങ്ങയും പുളിയിലയും കാന്താരി മുളകും ഉപ്പും എല്ലാം ചേർത്ത് അരച്ച് കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട്. അതിന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനിനകത്തേക്ക് കുടഞ്ഞിട്ട് നല്ലതുപോലെ കുഴച്ച് വെക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ശകലം മതി. ഒരു ശകലം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ തിരുമ്മി 10 മിനിറ്റ് വെച്ചേക്കണം. നെയ്യ് വെക്കുന്ന ചട്ടിയിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചിറ്റിച്ചിട്ട് നമ്മൾ ശരിയാക്കി വെച്ചേക്കുന്ന മീനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമ്മളത് വിറകടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കണം. അതാകുമ്പോൾ ചെറുതീയിലാണത് വേവിക്കേണ്ടത്. ഇത് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് മീൻ വേവാനുള്ള സമയം കൊടുക്കണമല്ലോ. അപ്പോൾ ചെറു കനലിലിരുന്ന് വേവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ശരിക്കും ഇത് വാഴയിലയിലോ അങ്ങനെ എൻ്റെ ഇലയിലാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇലയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചട്ടിയിൽ ഉണ്ടാക്കിയേ ഉള്ളൂ. ഇനി നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മീൻ പുളിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളമെല്ലാം ശരിക്കും പറ്റിയിട്ടുണ്ട്. ഇലയിലൊക്കെ ചുട്ട് ദോശക്കല്ലയിലൊക്കെ വെച്ച് ചുട്ടെടുക്കുവാണെങ്കിൽ ഇതിലും നല്ലതായിട്ട് അട പോലെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലായതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ കനലിൽ വെച്ച് തന്നെ നമ്മളിതിങ്ങനെ ഇളക്കി വെക്കുവാണെങ്കിൽ ഇത് നല്ല പോലെ നമുക്ക് വെള്ളം പറ്റി ശരിക്കും നല്ല പോലെ കിട്ടും.